നമ്മുടെ LDC റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഐക്യ കേരള പ്രസ്ഥാനവും അതുപോലെ കേരള സാഹിത്യ ചരിത്ര സ്രോതസ് എന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞത് എന്നാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ KPCC തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും അതുപോലെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞ വർഷം ഏതാണ്? എന്നാൽ 1952 ജൂണിലാണ് KPCC എന്തായിട്ട് മാറുന്നത്? തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും അതുപോലെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നും രണ്ടായിട്ട് തിരിയുന്നത്. രണ്ടാമത്തെ ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭരണ തലസ്ഥാനമായി തീരുമാനിച്ചിരുന്ന സ്ഥലം ഏതാണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭരണ തലസ്ഥാനമായിട്ട് തീരുമാനിച്ച സ്ഥലം ഏതാണ്? തിരുവനന്തപുരമാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. 3, തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ തിരുവിതാംകൂർ രാജാവ് വഹിച്ചിരുന്ന സ്ഥാനം എന്താണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ തിരുവിതാംകൂർ രാജാവ് വഹിച്ചിരുന്ന സ്ഥാനം എന്തായിരുന്നു? രാജപ്രമുഖാണ്. ഓപ്ഷൻ ഡി രാജപ്രമുഖ്. 4ാമത്തെ ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് അല്ലേ. ഓപ്ഷൻ ഡി പനമ്പള്ളി ഗോവിന്ദ മേനോന്. 5, തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പറവൂർ TK നാരായണപിള്ള. ഓപ്ഷൻ ഡി പറവൂർ TK നാരായണപിള്ള. 6ാമത്തെ ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏതാണ്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏതാണ്? 1949 ജൂലൈ 1 അല്ലേ. 1949 ജൂലൈ 1 ഏത് രൂപീകൃതമാകുന്നത്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമാകുന്നത്. 7ാമത്തെ ചോദ്യം, 1947 ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? 1947 ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? മൊയ്തു മൗലവി അല്ലേ. മൊയ്തു മൗലവിയാണ് 1947 ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ചത്. 8ാമത്തെ ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രി ആരായിരുന്നു? പറവൂർ TK നാരായണപിള്ള അല്ലേ. പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് പറവൂർ TK നാരായണപിള്ള. 9, കൊച്ചി രാജാവ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശം അയച്ചത് എന്നാണ്? തിരുക്കൊച്ചി രാജാവ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശം അയച്ചത് എന്നാണ്? 1945 ജൂലൈ 29. 1945 ജൂലൈ 29 കൊച്ചി രാജാവ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശം അയക്കുന്നത്. 10ാമത്തെ ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ നിയമ തലസ്ഥാനമായിട്ട് തീരുമാനിച്ചത് എവിടെയാണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ നിയമ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത് എവിടെയായിരുന്നു? എറണാകുളമാണ് അല്ലേ. ഓപ്ഷൻ ഡി എറണാകുളം. തിരുക്കൊച്ചി സംസ്ഥാനത്തിന് നിയമ തലസ്ഥാനമായി തീരുമാനിച്ച സ്ഥലം എറണാകുളമാണ്. ഇനി 11, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചായിരുന്നു? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചാ? തൃശ്ശൂരാണ്. ഓപ്ഷൻ ഡി തൃശ്ശൂർ. 12, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1948 ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1948 ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആലുവയാണ്. ഓപ്ഷൻ ഡി ആലുവയിൽ വെച്ചാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1948 ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നത് ആലുവയിലാണ്. ഇനി 13ാമത്തെ ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദിത്യ ഭരണ ദിനമായിട്ട് ആചരിച്ചത് എന്നാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദിത്യ ഭരണദിനമായിട്ട് ആചരിച്ച ദിവസം എന്നാണ്?
എന്നാൽ 1946 ജൂലൈ 29-നാണ്. 1946 ജൂലൈ 29-നാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദിത്യ ഭരണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡേറ്റ് കൊടുത്ത് നോക്കുക, 1946 ജൂലൈ 29. ഇനി 14ാമത്തെ ചോദ്യം, 1928 പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1928 KPCC സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചായിരുന്നു? പയ്യന്നൂർ അല്ലെ. ഓപ്ഷൻ ഡി പയ്യന്നൂർ വെച്ചായിരുന്നു. ഏത് വർഷം? 1928 കോൺഗ്രസ് സമ്മേളനം നടന്നത്, KPCC സമ്മേളനം. 15 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? എസ് നീലകണ്ഠ അയ്യർ കേട്ടോ. എസ് നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ആര്? എസ് നീലകണ്ഠ അയ്യർ. ഇനി 16 കേരള സബ് കമ്മിറ്റി ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗം ചേർന്നത് എവിടെയാണ്? ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗം ചേർന്നത് എവിടെയായിരുന്നു? ചെറുതുരുത്തിയാണ്. ഓപ്ഷൻ സി ചെറുതുരുത്തിയിലാണ് ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗം ചേർന്നത്. 17ാമത്തെ ചോദ്യം, ഐക്യ കേരള സമിതി രൂപീകൃതമായ വർഷം ഏതാണ്? ഐക്യ കേരള സമിതി രൂപീകൃതമായ വർഷം ഏതാണ്? എന്നായിരുന്നു? 1945-ലാണ്. 1945-ലാണ് ഐക്യ കേരള സമിതി രൂപീകൃതമാകുന്നത്. 18ാമത്തെ ചോദ്യം, ഐക്യ കേരളം എന്ന ആവശ്യം അംഗീകരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ട പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഐക്യ കേരളം എന്ന ആവശ്യം അംഗീകരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ട പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എവിടെയാ? 1928 പയ്യന്നൂർ സമ്മേളനം തന്നെയാണ്. ഓപ്ഷൻ എ പയ്യന്നൂർ. ഐക്യ കേരളം എന്ന ആവശ്യം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ട പ്രാദേശിക, അതായത് കേരള പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാൽ? പയ്യന്നൂരിൽ വെച്ചാണ്. 19 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? ഓപ്ഷൻ സി ഇരിങ്ങാലക്കുടയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാ? ഇരിങ്ങാലക്കുടയാണ്. 20ാമത്തെ ചോദ്യം, 1937 തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് ഫെഡറൽ രൂപീകരിക്കണമെന്ന പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ച രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1937 തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് ഫെഡറേഷൻ രൂപീകരിക്കണമെന്ന പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ച രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എവിടെയാ? തിരുവനന്തപുരമാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. 1937 തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് ഫെഡറേഷൻ രൂപീകരിക്കണമെന്ന പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ച രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ചാൽ? തിരുവനന്തപുരം വെച്ചാണ് നടന്നത്. ഇനി 21 ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എവിടെയാ? എറണാകുളമാണ്. ഓപ്ഷൻ ഡി എറണാകുളമാണ്. ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്നത് എവിടെ വെച്ചാൽ? എറണാകുളം വെച്ചാണ്. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്? താഴെ പറയുന്നതിൽ ആരുടെ അധ്യക്ഷതയിൽ വെച്ചാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്? ആരതാ? VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഓപ്ഷൻ എ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പോൾ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ നേതൃത്വത്തിലാണ്. ഇനി 23 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന രൂപീകരിച്ച വർഷം ഏതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന രൂപീകരിച്ച വർഷം ഏതാണ്? 1941 അല്ലേ? ഓപ്ഷൻ സി 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന രൂപീകരിക്കുന്നത്. 24 ഐക്യ കേരള സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഐക്യ കേരള സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനാണ്. ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ഐക്യ കേരള സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? കെ കേളപ്പനാണ്. 25 1946 രൂപീകരിച്ച കേരള സബ് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്?
1946 രൂപീകരിച്ച ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? KPK ആയിരുന്നു കേട്ടോ. KP കേശവമേനോൻ. KPK എന്നറിയപ്പെടുന്ന KP കേശവമേനോൻ ആയിരുന്നു 1946 രൂപീകരിച്ച ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 26ാമത്തെ ചോദ്യം, ഐക്യ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപീകൃതമായ വർഷം ഏതാണ്? ഐക്യ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപീകൃതമായ വർഷം ഏതാണ്? ഏതായിരുന്നു? 1927ലാണ്. 1927ലാണ് എന്ത് വരുന്നത്? സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപീകൃതമാകുന്നത്. 27 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളിലെ പ്രതിനിധികളെ ഒരുമിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളിലെ പ്രതിനിധികളെ ഒരുമിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ KPCC സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എവിടെയാ? ഒറ്റപ്പാലം. 1921 ഒറ്റപ്പാലം സമ്മേളനം നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളിലെ പ്രതിനിധികളെ ഒരുമിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു KPCC സമ്മേളനം നടന്നത് എവിടെ വെച്ചാന്ന് വെച്ചാൽ അത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. ഇനി 28ാമത്തെ ചോദ്യം, ഐക്യ കേരളം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഐക്യ കേരളം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട പ്രാദേശിക സമ്മേളനം ഏതാണ്? ഒറ്റപ്പാലം തന്നെയാണ്. ഓപ്ഷൻ എ ഒറ്റപ്പാലം തന്നെയാണ്. 29 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് TSC രൂപീകൃതമായ വർഷം ഏതാണ്? 1938ലാണ് എന്ത് രൂപീകൃതമാകുന്നത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. 30ാമത്തെ ചോദ്യം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗം നടന്നത് എവിടെ വെച്ചാ? നമ്മൾ പറഞ്ഞത് KPCCയുടെ ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ഒറ്റപ്പാലം വെച്ചാണ്. 31 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? K മാധവൻ നായർ ഇല്ലേ? ഇദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ സെക്രട്ടറിയും പ്രസിഡന്റുമായ വ്യക്തി. ആരാന്ന് വെച്ചാൽ ആര് തന്നെയാണ്? K മാധവൻ നായർ തന്നെയാണ്. 32 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായ വർഷം ഏതാണ്? KPCC രൂപീകൃതമായ വർഷം ഒറ്റപ്പാലം സമ്മേളനം നടന്നതും വർഷം ഏത് തന്നെയാണ്? 1921ലാണ് KPCC രൂപീകൃതമാകുന്നത്. 33ാമത്തെ ചോദ്യം, പ്രാദേശികമായിട്ട് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്ത INC സമ്മേളനം ഏതാണ്? പ്രാദേശികമായിട്ട് അതായത് KPCC പോലുള്ള PCCകൾ രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്ത INC സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാട്ടോ. നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ PCC പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ PCCകൾ രൂപീകരിക്കണമെന്ന ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി 34ാമത്തെ ചോദ്യം, ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമങ്ങൾ തുടങ്ങി വെച്ചത് കേരളത്തിലെ ഏത് പ്രദേശത്താണ്? ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമങ്ങൾ തുടങ്ങി വെച്ചത് കേരളത്തിലെ ഏത് പ്രദേശത്താണ്? മലബാറിലായിരുന്നു കേട്ടോ. മലബാറിലായിരുന്നു ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമങ്ങൾ ആരംഭിച്ചത്. 35 ആദ്യമായിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട INC സമ്മേളനം ഏതാണ്? ആദ്യമായിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട INC സമ്മേളനം ഏതാണ്? 1917 കൊൽക്കത്ത സമ്മേളനമായിരുന്നു. 1917 കൊൽക്കത്ത സമ്മേളനം. 36 മലയാളം സംസാരിക്കുന്ന ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നത് ലക്ഷ്യമാക്കി രൂപീകരിച്ച പ്രസ്ഥാനം ഏതാണ്? മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനം. ഓപ്ഷൻ സി ഐക്യ കേരള പ്രസ്ഥാനം. 37 ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാ? പരീക്ഷിത്ത് തമ്പുരാൻ. ഓപ്ഷൻ ഡി പരീക്ഷിത്ത് തമ്പുരാനാണ്. 38 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു?
ആരാ? കെ കേളപ്പൻ കേട്ടോ. ഓപ്ഷൻ ബി കെ കേളപ്പനാണ്. 39 ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിനും അതുപോലെ തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിനും അതുപോലെ തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണം അവസാനിപ്പിക്കാനും വേണ്ടിയിട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ഏതാ? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഓപ്ഷൻ എ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 40 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന ഏതാണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന ഏതാണ്? ഏതാ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെ. ഓപ്ഷൻ സി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. എന്നായിരുന്നു നിലവിൽ വന്നത്? 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വരുന്നത്. 41 ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു? പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ടതാണ്. ഏത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. 42 ചോദ്യം, അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ ആരായിരുന്നു? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരായിരുന്നു? സർ സി പി രാമസ്വാമി അയ്യർ അല്ലെ. ഓപ്ഷൻ എ സി പി രാമസ്വാമി അയ്യർ. 43 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ആനി ബസന്റ് അല്ലെ. ഓപ്ഷൻ സി ആനി ബസന്റ്. 44 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാ? പട്ടം താണുപിള്ള അല്ലെ. ഓപ്ഷൻ ഡി പട്ടം താണുപിള്ള. 45 കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തി ആരാ? താഴെ തന്നിരിക്കുന്ന 4 വ്യക്തികളിൽ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തി ആരാ? ഓപ്ഷൻ ബി പി കൃഷ്ണപിള്ള കേട്ടോ. പി കൃഷ്ണപിള്ള എന്ത് ചെയ്തില്ല? കൊച്ചി രാജ പ്രജാമണ്ഡലങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ചവരാണ് ആരൊക്കെ? പനമ്പള്ളി ഗോവിന്ദ മേനോനും കെ അയ്യപ്പനും ഇക്കണ്ട വാര്യറും. 46 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ്? തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാ? 1949. 1949 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത്. 47 തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായിട്ട് നടന്ന പ്രക്ഷോഭം നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു? പുന്നപ്ര വയലാർ സമരം. 48 തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം ഏതാണ്? തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം 1947 അല്ലെ. 1947 തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടക്കുന്നത്. 49 മലബാർ ലഹള പശ്ചാത്തലമായിട്ട് വരുന്ന ഉറൂബിന്റെ നോവൽ ഏതാണ്? മലബാർ ലഹള പശ്ചാത്തലമായിട്ട് വരുന്ന ഉറൂബിന്റെ നോവൽ ഏതാ? സുന്ദരികളും സുന്ദരന്മാരുമാണ്. ഓപ്ഷൻ എ ബി സുന്ദരികളും സുന്ദരന്മാരും. 50 ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമായിട്ട് വരുന്ന മലയാറ്റൂരിന്റെ നോവൽ ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമായിട്ട് വരുന്ന മലയാറ്റൂരിന്റെ നോവൽ ഏതാണ്? അമൃതം തേടിയാണ്. ഓപ്ഷൻ സി അമൃതം തേടി. 51 കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരായിരുന്നു? കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാ? നിരഞ്ജനയാണ്. ഓപ്ഷൻ എ നിരഞ്ജന. 52 മലബാർ കലാപം പ്രമേയമാക്കിക്കൊണ്ട് ആശാൻ രചിച്ച കൃതി ഏതാണ്? മലബാർ കലാപം പ്രമേയമാക്കിക്കൊണ്ട് കുമാരൻ ആശാൻ രചിച്ച കൃതി ഏതാണ്? ദുരവസ്ഥയാണ്. ഓപ്ഷൻ സി ദുരവസ്ഥ. 53 ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം കൊടുത്ത ഡച്ച് ഗവർണർ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം കൊടുത്ത ഡച്ച് ഗവർണർ അഡ്മിറൽ വാൻ റീഡ് ആണ് അല്ലേ. ഓപ്ഷൻ എ അഡ്മിറൽ വാൻ റീഡ്. 54 ഇബ്നു ബത്തൂത്ത കഥാപാത്രമായിട്ട് വരുന്ന ആനന്ദിന്റെ നോവൽ ഏതാണ്? ഇബ്നു ബത്തൂത്ത കഥാപാത്രമായിട്ട് വരുന്ന ആനന്ദിന്റെ നോവൽ
ഏതാ? ഗോവർദ്ധൻ്റെ യാത്രകളാണ് കേട്ടോ. ഗോവർദ്ധൻ്റെ യാത്രകൾ. ഇബ്നു ബത്തൂത്ത കഥാപാത്രമായിട്ട് വരുന്ന ആനന്ദിൻ്റെ നോവലാണ് ഏത്? ഗോവർദ്ധൻ്റെ യാത്രകൾ. 55 പൂർണ്ണമായിട്ടും മലയാളത്തിൽ തയ്യാറാക്കിയ ആദ്യത്തെ പുസ്തകം ഏതാണ്? പൂർണ്ണമായിട്ടും മലയാളത്തിൽ തയ്യാറാക്കിയ ആദ്യത്തെ പുസ്തകം ഏതാ? സംക്ഷേപ വേദാർത്ഥമാണല്ലേ. ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. 56 മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ് ആണല്ലോ. ഓപ്ഷൻ ഡി ഹോർത്തൂസ് മലബാറിക്കസ്. 57 കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതി ഏതാണ്? കേരള തീരത്ത് പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതി ഏതാ? തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ് കേട്ടോ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കൃതിയാണ് ഏത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. 58 പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് തകഴി രചിച്ച കൃതി ഏതാണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് തകഴി രചിച്ച കഥ ഏതാ? തലയോടാണ്. ഓപ്ഷൻ ഡി തലയോട്. 59 പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? ഏതാ? മുസിരിസ് ആണ്. ഓപ്ഷൻ ബി മുസിരിസ്. 60 തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണല്ലോ. ഓപ്ഷൻ ഡി ഷെയ്ഖ് സൈനുദ്ദീൻ. 61 പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതി ഏതാ? പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതി ഏതാ? ഏതാ? തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണല്ലോ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. 62 പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് എഴുതിയ വിദേശ സഞ്ചാരി ആരാണ്? പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് എഴുതിയ വിദേശ സഞ്ചാരി ആരാണ്? ബാർബോസയാണ് കേട്ടോ. ബാർബോസ. ഓപ്ഷൻ എ ആണ് ബാർബോസ. 63 ഏത് ഗ്രന്ഥത്തിലാണ് കേരളത്തെ ചെർമേ എന്ന് പരാമർശിച്ചിരിക്കുന്നത്? ഏത് ഗ്രന്ഥത്തിലാണ് കേരളത്തെ ചെർമേ എന്ന് പരാമർശിച്ചിരിക്കുന്നത്? ഏതാ? ഇൻഡിക്കയാണ്. ഓപ്ഷൻ എ ഇൻഡിക്ക. 64 ഇൻഡിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇൻഡിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മെഗസ്തനീസ് ആണ്. ഓപ്ഷൻ ഡി മെഗസ്തനീസ്. 65 ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാ? മൂഷകവംശമാണ്. ഓപ്ഷൻ സി മൂഷകവംശം. 66 മൂഷകവംശം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? മൂഷകവംശം എന്ന കൃതിയുടെ കർത്താവ് അതുലനാണ്. ഓപ്ഷൻ ബി അതുലൻ. 67 ആയി രാജവംശത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകിയ തമിഴ് കൃതി ഏതാണ്? ആയി രാജവംശത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകിയ തമിഴ് കൃതി ഏതാണ്? പുറനാനൂറാണ്. ഓപ്ഷൻ എ പുറനാനൂറ്. 68 ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി മധുരൈ കൊഞ്ചിയാണ്. ഓപ്ഷൻ ഡി മധുരൈ കൊഞ്ചി. 69 കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ്? പതിറ്റുപത്താണ്. പതിറ്റുപത്ത്. ഓപ്ഷൻ സി പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് ഏത്? പതിറ്റുപത്ത്. 70 കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്? കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്? രഘുവംശമാണ്. ഓപ്ഷൻ സി രഘുവംശം. കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്? രഘുവംശം എന്ന കൃതിയിലാണ്. 71 കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുരാതനമായ പരാമർശമുള്ള സംസ്കൃത കൃതി ഏതാണ്? കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുരാതനമായ പരാമർശമുള്ള സംസ്കൃത കൃതി ഏതാണ്?
ഏതാ? ഐത്തരേയരണ്യകം. ഓപ്ഷൻ ബി ആണ് ഐത്തരേയരണ്യകം. 72 കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് ആരാ? കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് ആരാ? എ വി കുഞ്ഞമ്പു. ഓപ്ഷൻ എ വി കുഞ്ഞമ്പു. 73 ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയിലെ ഏത് പട്ടികയിലാണ് വരുന്നത്? ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് വരുന്നത്? ഏതാ? 9ാമത്തെ പട്ടികയിലാണ് 9ാമത്തെ പട്ടികയിലാണ് ഭൂപരിഷ്കരണം വരുന്നത്. 74 ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാ? ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാ? ഏതാ? 1ാം ഭേദഗതിയാണ്. ഓപ്ഷൻ സി 1ാം ഭേദഗതി. 75 താഴെ പറയുന്നതിൽ ജമീന്ദാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച പ്രവിശ്യകളിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ജമീന്ദാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച പ്രവിശ്യകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ? കൂർഗ് ആണ് കൂർഗ്. ഓപ്ഷൻ ബി കൂർഗ്. അപ്പോൾ ജമീന്ദാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച പ്രവിശ്യകളാണ് ഏതൊക്കെ? ബംഗാൾ, ബീഹാർ, ഒഡീഷ. ബംഗാൾ, ബീഹാർ, ഒഡീഷ. 76 ജന്മികുടിയ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? ജന്മികുടിയ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? ഏതാ? 1867 ഓപ്ഷൻ എ 1867. 77 പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാ? പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാ? 1865 അല്ലേ പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. 78 1ാം EMS മന്ത്രിസഭ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ച വർഷം ഏതാ? 1ാം EMS മന്ത്രിസഭ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ച വർഷം ഏതായിരുന്നു? എന്ന 1957 ഓപ്ഷൻ എ 1957. 79 ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം ഏതാ? ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം ഏതാ? ഏതാ? 1970 ജനുവരി 1 1970 ജനുവരി 1 ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. എവിടെ? കേരളത്തിൽ. 80 ഓപ്പറേഷൻ ഭാർഗ നടന്ന വർഷം ഏതാണ്? ഓപ്പറേഷൻ ഭാർഗ നടന്ന വർഷം എന്ന 1978. 81 റയട്ട് വാരി സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ്? റയട്ട് വാരി സമ്പ്രദായം ആരംഭിച്ച വർഷം എന്ന 1820 റയട്ട് വാരി സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാ? 1820. 82ാമത്തെ ചോദ്യം ഓഹരി ദല്ലാൽമാരുടെ പരിരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? ഓഹരി ദല്ലാൽമാരുടെ പരിരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? ഏതാ? ഓപ്പറേഷൻ ഭാർഗയാണ് ഓപ്പറേഷൻ ഭാർഗ. ഓപ്ഷൻ സി ഓപ്പറേഷൻ ഭാർഗ. 83 റയട്ട് വാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? റയട്ട് വാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാ? തോമസ് മൺറോ ആണ് അല്ലെ. ഓപ്ഷൻ ബി തോമസ് മൺറോ ആണ്. 84 മഹൽവാരി സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? മഹൽവാരി സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? ആരായിരുന്നു? വില്യം ബെൻഡിക് ആണ് വില്യം ബെൻഡിക്. ഓപ്ഷൻ സി വില്യം ബെൻഡിക് ആണ് മഹൽവാരി സമ്പ്രദായം ആരംഭിക്കുന്നത്. 85 ഓപ്പറേഷൻ ഭാർഗ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്പറേഷൻ ഭാർഗ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഏതായിരുന്നു? ബംഗാൾ അല്ലെ. ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. 86 ജമീന്ദാരി സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ്? ജമീന്ദാരി സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ്? എന്നു മുതൽ 1793 മുതലാണ് ജമീന്ദാരി സമ്പ്രദായം ആരംഭിക്കുന്നത്.